ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. കർത്താവേ ശ്രദ്ധിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രദ്ധിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. Daniel Fasting, a prayer for the world. ആരാധന യേശുനാഥ, ആരാധന യേശുനാഥ, ആരാധന യേശുനാഥ, ആരാധന ജീവനാഥ. യേശുവേ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ ദൈവമേ, നീ എന്നും മതിയായവൻ. ആരാധന യേശുനാഥ, ആരാധന ജീവനാഥ. നിത്യത ഓർത്തിടുമ്പോ എൻ ഹൃത്തടം ആനന്ദിക്കും. നിത്യത ഓർത്തിടുമ്പോ എൻ ഹൃത്തടം ആനന്ദിക്കും. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നു. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ആരാധന യേശുനാഥ, ആരാധന ജീവനാഥ, ആരാധന യേശുനാഥ, ആരാധന ജീവനാഥ. നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ പത്രോസാണ്, നീയാകുന്ന പാറമേൽ എൻ്റെ സഭയെ ഞാൻ പണിയും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളുടെ ഈ ആത്മീയ യാത്ര സ്വർഗത്തെ ആക്കിക്കൊണ്ടുള്ളതാണ് എന്നുള്ള ബോധ്യം എപ്പോഴും നീ ഞങ്ങൾക്ക് തരണമേ. ദിവ്യകാരുണ്യ യേശുവേ, ഈ ഭൂമിയിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ സ്തോത്രഗീതങ്ങളോടും ചേർന്ന് നിന്ന് ഈ അനുഗ്രഹീതമായ ദിവസം
ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാൻ, നിത്യജീവിതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ എന്ന് സ്നേഹത്തോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയും, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വെക്കുന്നത് സൗഖ്യം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ആശ്വാസം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി മാത്രമല്ല, ആത്യന്തികമായി അങ്ങ് ആയിരിക്കുന്നിടത്ത് ആയിരിക്കേണ്ടതിനാണ്. 2 കൊറിന്ത്യൻസിന്റെ 5:1 പൗലോസ് ഇങ്ങനെ എഴുതി, ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവികവുമായ ഒരു സ്വർഗീയ ഭവനമുണ്ട്. ആ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. ഓ ഈശോയെ, നിത്യജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ കാലയളവിൽ നിറയ്ക്കണമേ. അടുത്ത മണിക്കൂറിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ ജീവിച്ചാലും മരിച്ചാലും അത് കർത്താവിനോട് കൂടെയാണ്. ഞങ്ങൾ രോഗികളായിരുന്നാലും സൗഖ്യപ്പെട്ടാലും ഞങ്ങൾ കർത്താവിനോട് കൂടെയാണ്. ഈശോയുടെ അടുത്തേക്ക് കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ കൊണ്ട് ഓ ഈശോ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നിറയ്ക്കുക. ഇതാ, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി ഒരു ഭവനം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞ സ്വർഗത്തിൻ്റെ പ്രഭുകുമാരൻ നമ്മുടെ സമീപത്ത്, നമ്മുടെ കർത്താവ് നമ്മുടെ സമീപത്ത്. അതെ, രോഗികളായിട്ടുള്ളവർ, കിടപ്പ് രോഗികൾ, മനസ്സ് മരവിച്ചു പോയവർ, മനസ്സിൽ ഒരുപാട് തളർച്ചയും തണുത്തുറഞ്ഞു പോയവർ സ്നേഹത്തോടെ യേശുവിൻ്റെ അടുത്തേക്ക് വരിക. ഇതാ, നിത്യജീവൻ അവൻ നമുക്ക് വേണ്ടി ഉറപ്പിച്ച് നൽകുന്നുണ്ട്. അത് സ്വീകരിക്കാൻ ഞങ്ങളെ പ്രാപ്തമാക്കണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർക്കാനെൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നേ, സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർക്കാനെൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നേ, സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. എൻ്റെ ഹൃദയത്തെ തോടുവാ, മുറിവിൽ തലോടുവാ, യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല.
മനസ്സ് വല്ലാതെ തളർന്നു പോയ ഒരു വ്യക്തിയാണോ നീ? പ്രാർത്ഥിക്കാൻ കഴിയാതെ ഈ നാളുകളിൽ നിന്റെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെടുന്നുണ്ടോ? ഈ ജീവിതത്തിലേക്ക് മാത്രം കണ്ണുറച്ചു പോയതുകൊണ്ട് മറ്റൊരു ജീവിതത്തെ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ മനസ്സന്ധമായി എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ പ്രസംഗിച്ച വചനവും നീ പാടിയ പാട്ടുകളും നിനക്കൊന്ന് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന വ്യക്തിയാണോ നീ? യേശുവിലേക്ക് നോക്കാം, സ്നേഹത്തോടെ നോക്കാം, പ്രത്യാശയോടെ നോക്കാം. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും തരുന്നു. ആ പ്രത്യാശ ഒരാളെയും നിരാശരാക്കുന്നില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:4-5 തിരുവചനങ്ങളിൽ നാം വായിക്കും. ഓ ഈശോയെ, പ്രത്യാശയോടെ അങ്ങയെ നോക്കുവാൻ ഈ കാലയളവിൽ മനുഷ്യകുലത്തെ അവിടെ നിന്ന് അനുവദിക്കണമേ. പ്രത്യേകിച്ചും കോവിഡിൻ്റെ വിപരീത ഫലങ്ങൾ മൂലം 10,000 മരിച്ചു വീഴുന്നു. യേശുവെന്നുള്ള വാക്ക് പോലും കേൾക്കാതെ കർത്താവെ മരിച്ചു പോകുന്ന ആത്മാക്കളുണ്ട്. ദൈവത്തെ ആരാധിച്ചിട്ട് മരിച്ചു പോകുന്ന വ്യക്തികളുണ്ട്. അവരാരുമായിക്കൊള്ളട്ടെ, ഈശോ അവരെല്ലാവരെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവെ, പ്രത്യാശ നഷ്ടപ്പെട്ട് മരിക്കുവാൻ ആരെയും നീ അനുവദിക്കരുതേ. ആരും തനിയെയാണ് എന്ന് ആർക്കും തോന്നുവാൻ അവിടുന്ന് അവസരം ഒരുക്കരുതേ. ഞാൻ ഒറ്റപ്പെട്ടുവെന്ന്, ഞാനിന്ന് ജയിലിൽ കഴിയുന്നത് പോലെ കഴിയുകയാണ് എന്ന് തോന്നുവാൻ ഒരാത്മാവിനെയും ഈശോയെ നീ കാലയളവിൽ അനുവദിക്കരുതേ. പ്രത്യാശ കൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ നിറയ്ക്കണമേ. ചെന്നുപെടുവാൻ ഒരു കാനാൻ ദേശമുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ അവർക്ക് ജെറീക്കോ കോട്ട തകർത്ത് മുന്നേറുവാൻ കഴിഞ്ഞത്. ദൈവമേ, ചെന്നുപെടുവാൻ ഞങ്ങൾക്കൊരു സ്വർഗദേശമുണ്ട് എങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു ചെങ്കടൽ പിന്നിടുവാനും ഞങ്ങൾക്കും കഴിയുമല്ലോ. അതെ, സ്വർഗത്തിൻ്റെ ശോഭ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിത്യജീവന്റെ ശോഭ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വാടി തളർന്നു പോയ ജീവിതങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഒരാളും അനാഥരല്ല എന്ന് അവിടുന്ന് എല്ലാവർക്കും ബോധ്യം കൊടുക്കണമേ. സ്നേഹത്തോടെ ഈശോയെ, എല്ലാ വൈദികരെയും സന്യസ്തരെയും അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നഷ്ടധൈര്യരായി ആത്മഹത്യ പോലും ചെയ്തവരുണ്ട്. കർത്താവെ, അവരെ വിധിക്കുവാൻ ഞങ്ങൾ ആരുമല്ല. എങ്കിലും ഞങ്ങൾക്കൊരു കാര്യം അറിയാം, പ്രത്യാശ നഷ്ടപ്പെട്ടവൻ്റെ അവസാന ആയുധമാണ് ആത്മഹത്യ എന്ന്. എല്ലാം തകർന്നു പോയവൻ്റെ ബലഹീനതയുടെ ഏറ്റവും അവസാനമുള്ള ആയുധമാണ് ആത്മഹത്യ എന്ന് സ്നേഹത്തോടെ ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവെ, കനിവോടെ കാക്കണമേ, സ്നേഹത്തോടെ ചേർത്തു പിടിക്കണമേ. ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പ്രിയപ്പെട്ടവരെ കൊണ്ടുവരാം, തകർന്ന് കഴിയുന്നവരെ കൊണ്ടുവരാം, പ്രത്യാശ തകർന്നു പോയവരെ കൊണ്ടുവരാം. ഈശോയെ, നീ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കത്തിച്ചു വെച്ചിരിക്കുന്ന പ്രത്യാശയുടെ തിരുനാളം ഈ കാലഘട്ടത്തിലെ മഹാമാരികളുടെ കൊടുങ്കാറ്റിൽ കെട്ടുപോകുവാൻ നീ അനുവദിക്കരുതേ. സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ. കണ്ടുവന്നു വിളിച്ച ദൈവം കൈവിടുമോ നമ്മെ? കണ്ടുവന്നു വിളിച്ച ദൈവം കൈവിടുമോ നമ്മെ? വാടിപ്പോകാതെ മനമേ,
ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ് നാം ഇന്ന് കേൾക്കുന്നതും ധ്യാനിക്കുന്നതും. ബാബിലോണിലെ മറ്റ് ജ്ഞാനികളോടൊപ്പം താനും കൂട്ടുകാരും നശിക്കാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെപ്പറ്റി സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ യാചിക്കണമെന്ന് ദാനിയേൽ അവരോട് ആവശ്യപ്പെട്ടു. രാത്രിയിൽ ഒരു ദർശനത്തിൽ ദാനിയേലിന് രഹസ്യം വെളിപ്പെട്ടു. അപ്പോൾ അവൻ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു. അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം അവിടുന്ന് നിശ്ചയിക്കുന്നു. രാജാക്കന്മാരെ നീക്കുന്നതും വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും അവിടെ നിന്നാണല്ലോ. ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവൻ അറിവും പ്രദാനം ചെയ്യുന്നത് അവിടുന്നാണ്. അഗാധവും അജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു. പ്രകാശം അവിടുത്തോടൊപ്പം വസിക്കുന്നു. എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, ഞാൻ അങ്ങയേക്ക് നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് എനിക്ക് ജ്ഞാനവും ശക്തിയും നൽകി. ഞങ്ങൾ അപേക്ഷിച്ചത് അവിടുന്ന് എന്നെ അറിയിച്ചു. സഹോദരങ്ങളെ, ലോകത്തിൽ മഹാമാരികൾ ധാരാളമായി വ്യാപരിക്കുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ പറയുന്ന കാര്യം ഇതാണ്: ശരീരത്തിലെ രോഗമല്ല ഈ കാലയളവിലും വരും നാളുകളിലും മാനവരാശിയെ അധികമായി പീഡിപ്പിക്കാൻ പോകുന്നത്, മറിച്ച് ഇതുമൂലം മനുഷ്യകുലത്തിൽ വരുന്ന വല്ലാത്ത നിരാശയും പ്രത്യാശക്കുറവുമാണ്. വിശ്വാസികളുടെ പ്രത്യാശ നഷ്ടമാകുന്നു. ശാസ്ത്രലോകത്തെ പ്രത്യാശ നഷ്ടമാകുന്നു. റിലീജിയസ് ലീഡേഴ്സിൻ്റെ പ്രത്യാശ നഷ്ടമാകുന്നു. ഈ സമയത്ത് പ്രത്യാശയോടെ ഈശോയെ നോക്കാൻ നമുക്ക് കഴിയണം. നിങ്ങളിൽ ചിലരെങ്കിലും, പ്രത്യേകിച്ചും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ, മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാകും, ദൈവ ശുശ്രൂഷയാണ് ഏറ്റവും വലിയ ശുശ്രൂഷ. പക്ഷെ ഇന്ന് ജീവിക്കാൻ ഒരു പക്ഷെ വഴിയില്ലായിരിക്കാം. ദൈവ ശുശ്രൂഷ ചെയ്ത് നടന്നതുകൊണ്ട് മറ്റു ജോലികൾക്ക് പോകാൻ നിങ്ങൾക്ക് മാനസികമായ വിഷമം ഉണ്ടായിരിക്കാം. സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ ഓർക്കണം: ദാനിയേലിനെ ബലപ്പെടുത്തിയ കർത്താവ് നിങ്ങളുടെ സമീപത്തുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ച കർത്താവ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. നെബൂഖദ്നേസറിനെ പോലുള്ള ക്രൂരരായ രാജാക്കന്മാരുടെ കിരാതമായ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കർത്താവ് നിങ്ങളുടെ സമീപത്തുണ്ട്. മാത്രവുമല്ല, ഇവന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്തായിരുന്നു? ഉന്നതമായ ജ്ഞാനവും ഉന്നതമായ അറിവുമായിരുന്നു. നമുക്കും ഈ കാലയളവിൽ വേണ്ടത് ഇതാണ്. യേശുവിൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണാൻ നമുക്ക് പഠിക്കണം. സാഹചര്യങ്ങളല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. വിശ്വാസികളെ നിയന്ത്രിക്കേണ്ടത് സാഹചര്യത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യാനാണ്. പത്രോസിനോട് ഈശോ പറഞ്ഞു, പത്രോസേ, നീ ജലത്തിൻ്റെ മീതെ നടന്നു വരിക, വെള്ളത്തിൻ്റെ മീതെ നീ നടന്നു വരിക. വെള്ളത്തിൽ നീ പെടുകയില്ല, നീ തകർന്നും തളർന്നും പോവുകയില്ല. സഹോദരങ്ങളെ, ഇന്നത്തെ വചനത്തിൽ വിശ്വാസിക്ക്, പ്രത്യേകിച്ചും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ദൈവം നൽകുന്ന വലിയൊരു ആനുകൂല്യമാണ് ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അവർക്ക് പിടികിട്ടും. ദൈവികമായ രഹസ്യങ്ങൾ അവർക്ക് പിടികിട്ടും. പൂർവ്വപിതാവായ അബ്രാഹത്തിന് വരാനിരിക്കുന്ന നാളുകളിൽ സൊദോം ഗൊമോറ പട്ടണം തകർന്നു പോകുമെന്നുമുള്ള വലിയൊരു രഹസ്യം അവന് പിടികിട്ടി. ദൈവം ദൈവദൂതന്മാരോടായിട്ട് സംസാരിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ഇത് നമ്മുടെ സ്നേഹിതനായ അബ്രാഹത്തിൽ നിന്ന് മറച്ചു പിടിച്ചെങ്കിലോ എന്ന് ദൈവം ചോദിക്കുന്നു. തൊട്ടടുത്ത മൊമെന്റിൽ ദൈവം പറയുകയാണ്, അല്ല, മറച്ചു പിടിക്കാൻ കഴിയില്ല, കാരണം അബ്രാഹം നമ്മുടെ സ്നേഹിതനല്ലേ. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ സ്നേഹിതനായതുകൊണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹിതരായതുകൊണ്ട് ദൈവം തൻ്റെ പ്രിയരിൽ നിന്ന് ഒന്നും മറച്ചു പിടിക്കുന്നില്ല. നമുക്ക് വേണ്ടത് അവൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണാൻ പറ്റണം. നിത്യജീവിതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് നമ്മുടെ ജീവിതമെന്ന് നമുക്കറിയാൻ കഴിയണം. ചെന്ന് ചേരുവാൻ ഒരു സ്വർഗീയ കാനാൻ ദേശമുണ്ട് എങ്കിൽ ഈ ഭൂമിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ
നമ്മൾ ജീവിച്ചിരിക്കട്ടെ, മരിച്ചു പോകട്ടെ, നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്ക് കഴിയും. സ്നേഹത്തോടെ നമുക്ക് ജീവിക്കണം. ഈ കാലയളവിൽ നിങ്ങൾക്കറിയാം, പ്രത്യാശയറ്റു പോകുന്നത് കൊണ്ട് മനുഷ്യർ ആത്മഹത്യക്ക് മുതിരുന്നുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇവരെല്ലാം ഈ ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ കൊടുത്ത് തുടർന്നുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകമായി സന്യസ്തരെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ കൊടുക്കാം. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ മിഷൻ പ്രവർത്തനം നടത്തുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവർ ഈ കാലയളവിലൊക്കെ മറ്റുള്ളവരെ പോലെ തന്നെ, അല്ലെങ്കിൽ കുറേ കൂടി കൂടുതലായി മാനസികമായി വേദനിക്കുകയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമായിരിക്കാം. സ്നേഹത്തോടെ ഈശോയുടെ മുമ്പിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലുമൊക്കെ അവരെടുത്ത നിലപാടുകൾ തെറ്റിപ്പോയി എന്ന് ചിന്തിക്കുകയും ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പിറുപിറുപ്പോടും വേദനയോടും കൂടി കഴിയുന്നുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ മാപ്പ് ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ പൊറുക്കണമേ എന്ന്. തകർന്നവൻ്റെ മനസ്സിനെ കേൾക്കുന്ന ദൈവമേ, ചുണ്ടനക്കി പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ഞങ്ങളുടെ ദൈവമേ, തകർന്നടിഞ്ഞ മാനവരാശിയെ ഉദ്ധരിക്കാൻ നിന്റെ വലിയ ശക്തി ഒരിക്കൽ കൂടി അയക്കുക എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിച്ച്, സാധിക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ മുട്ടുമടക്കി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ പൊറുക്കണമേ എന്ന്. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ, എൻ്റെ ദൈവമേ കരുണാനിധേ. നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. നിങ്ങളുടെ അടുത്ത് വിശുദ്ധ കുരിശോ ജപമാലയോ മറ്റേതെങ്കിലും വിശുദ്ധ വസ്തുക്കൾ ഉണ്ട് എങ്കിൽ സ്നേഹത്തോടെ അത് കരങ്ങളിലെടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കാം ഈ പ്രാർത്ഥനയിൽ പങ്കുകാരാകുന്നത്. ആശുപത്രികളിലായിരിക്കാം, ഒറ്റപ്പെട്ടിടങ്ങളിലായിരിക്കാം. സ്നേഹത്തോടെ ഏതെങ്കിലും ഒരു വിശുദ്ധ വസ്തു, പ്രത്യേകിച്ചും വിശുദ്ധ കുരിശു ഉണ്ട് എങ്കിൽ സ്നേഹത്തോടെ അത് കരങ്ങളിലെടുക്കുക. സാധിക്കുന്നവർ ആ കുരിശു രൂപം വലതുകരത്തിലെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ഇതാ കർത്താവിൻ്റെ കുരിശ്, ഇതാ കർത്താവിൻ്റെ കുരിശ്. ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദായുടെ സിംഹവും യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു, വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്. ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദായുടെ സിംഹവും യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു, വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്. ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദായുടെ സിംഹവും യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു, വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ പൊറുക്കണമേ. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ പൊറുക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ പൊറുക്കണമേ. നിന്റെ മനസ്സ
നിന്റെ കണ്ണുനീർ